ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. 5 മണിക്ക് എണീച്ചിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുക്കിയിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ. ഇന്ന് ഡേ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8:30 ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ ഇത് വേഗം തന്നെ അടുക്കളയിലോട്ട് പോവാണ്. ഇനി പണികൾ ഓരോന്നോരോന്നായിട്ട് ഒരുക്കി തീർക്കണം. കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കണം. ഞാൻ വേഗം അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് ചോറിന് വെള്ളം വെക്കുന്നുണ്ട്. ഇവിടെ ചോറ് രാവിലെ വെക്കും കേട്ടോ. ഇവിടെ അധികം കുത്തരി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ കൃഷി ചെയ്തെടുത്തുണ്ടാക്കിയ അരിയാണ്. റേഷനരി വെക്കാറുണ്ട്, എന്നാലും കൂടുതലും കുത്തരി തന്നെയാണ് ഞങ്ങൾ വെക്കാറ്. അപ്പോൾ ഇതാ വേഗം ചോറിനൊക്കെ വെള്ളം വെച്ച് നന്നായിട്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ്ങിലോട്ട് കിടക്കാം. എല്ലാം ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇത് അമ്മ വേഗം പശുവിനൊക്കെ കറന്ന് വന്നിട്ടുണ്ട്. വേഗം ചായ ഇടുന്നുണ്ട്. ഞാൻ അടുപ്പത്ത് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇട്ടു. ഇനി അതവിടെ കിടന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും ചായയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുകയാണ്. അമ്മ അപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. രാവിലത്തെ ചായ നിർബന്ധമാണ് കേട്ടോ. വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. രാവിലത്തെ ചായ നിർബന്ധമാണ്. അത് കുടിച്ചാലേ എന്താ പറയുക, ഒരു ഉഷാറുണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ അടുപ്പൊക്കെ നന്നായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഏട്ടൻ വരുമ്പം കുറച്ച് മീൻ മേടിച്ചായിരുന്നു. അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു, മുറിക്കാനുള്ള മടി കൊണ്ട്. അപ്പോൾ രാവിലെ എടുത്ത് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മുറിക്കാമെന്ന് വിചാരിച്ചു. അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മത്തിയാണ്. ഞങ്ങളിവിടെ അധികവും മത്തി തന്നെയാണ് വാങ്ങാറ്. ഏട്ടൻ മത്തി മാത്രമേ കഴിക്കാറുള്ളൂ. 1-2 അയിലയും കൂടെ മേടിച്ചു. അത് ഞങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചു. അപ്പോൾ കറിക്ക് വേണ്ടി തക്കാളി, ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് അടുപ്പത്ത് വേവാൻ വേണ്ടി വെച്ചു. ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഉച്ചക്കത്തേക്ക് മീൻ കറി തന്നെ മതി എന്ന് വിചാരിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് എടുത്ത് മീൻ കറി തന്നെ ഉച്ചക്കത്തേക്കും എടുക്കാമെന്ന് വിചാരിച്ചു. ക്വാണ്ടിറ്റി ഇത്തിരി കൂട്ടിയാൽ മതിയല്ലോ. അങ്ങനെ വെട്ടി ക്ലീനാക്കിയ മീനിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് നല്ലപോലെ തിരുമ്മി വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കറിയിലിട്ടത് വേവിച്ചെടുക്കണം. കറി ഇത് അടുപ്പത്ത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വന്ന മീനിലേക്ക് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ തിരുമ്മി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഉച്ചയാകുമ്പോഴത്തേക്ക് വറക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വറുത്ത് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ലപോലെ തണുത്ത് മരവിച്ചിട്ടുണ്ടാകും. കഴിക്കാൻ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കാൻ നേരത്ത് വറുത്താൽ മതിയല്ലോ എന്ന് ഓർത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അരിദോശയും മീൻ കറിയും അടിപൊളി ടേസ്റ്റ് അല്ലേ, നല്ല കോമ്പിനേഷൻ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ദോശ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം. അടുക്കളയിലെ ഏകദേശ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം ഞാൻ എന്താ പുറത്ത് വന്നു. ഏട്ടൻ്റെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണി ബാക്കിയാണ്. അതൊക്കെ വേഗം ചെയ്തെടുക്കാം. ഞാൻ വേഗം അലക്കാൻ പോയി. കുറച്ച് തുണികളേ ഉണ്ടായുള്ളൂ. അത് പെട്ടെന്ന് അലക്കി എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അലക്കും കേട്ടോ. രാവിലെ അലക്കി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ പരിപാടിയൊക്കെ നടക്കും. മാത്രമല്ല ഉച്ചയാകുമ്പോഴത്തേക്ക് തുണികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മടക്കി വെക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം ഒന്നെല്ലാം ആറിയിട്ടെടുത്തു. ഇനിയിപ്പം റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ബെഡും ഒക്കെ ഒന്ന് നല്ലപോലെ വിരിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് തുടങ്ങുവാണേ. തലേണയൊക്കെ അതിൻ്റെതായ രീതിയിലൊന്ന് അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ബെഡൊക്കെ ഒന്ന് നല്ലപോലെ വിരിച്ചെടുത്തു. രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് സമയം കണ്ടെത്തേണ്ട. അപ്പോൾ അതൊരു ഇതുള്ളത് കൊണ്ട് വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പുതപ്പൊക്കെ ഒന്ന് നല്ലപോലെ മടക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം വേഗം പോയി റെഡിയായി കേട്ടോ. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേഗം ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇതാ വേഗം കുളിച്ച് മാറ്റി ബാഗൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചു. പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബസ്സിനാണ് പോകേണ്ടത്. വേഗം തന്നെ ഒരുങ്ങി ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇതാ റോഡിലൂടെ നടന്ന് പോവാണ്. ബസ് കയറി വേണം പോവാൻ. ഏട്ടനെ ലീവുള്ള സമയങ്ങളിൽ ഏട്ടൻ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ എന്താ ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി. കറക്റ്റ് ടൈമിന് അവിടെ എത്തിക്കോളും. വലിയ റിസ്ക് ഇല്ല. ബസ്സിനാണ് പോകണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം. മാത്രമല്ല കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ ഇതാ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ എന്താ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങണം. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെയാണ് എത്തിയത്, എന്നാലും കുഴപ്പമില്ല. സൈനൊക്കെ ചെയ്ത് പഞ്ചിങ്ങൊക്കെ ചെയ്ത് യൂണിഫോമൊക്കെ ഇട്ട് ഒരു ഇത്തിരി ടൈം ഇരിക്കുമ്പോഴത്തേനും സമയമാവും. അപ്പോൾ ഡ്യൂട്ടിക്ക് കയറും. അങ്ങനെ ഇതാ യൂണിഫോമൊക്കെ ഇട്ട് ഇന്ന് റെഡിയായി. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് കയറണം. രാവിലെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5:30 ആ ടൈമേ ഇറങ്ങുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.